ഹോണ്ട ആക്ടിവ ദ കിങ് ഓഫ് സ്കൂട്ടേഴ്സ്. 90s ഇന്ത്യൻ സ്കൂട്ടർ മാർക്കറ്റ് ഭരിച്ചിരുന്നത് നമ്മുടെ പഴയ ബജാജ് ചേതക് ആയിരുന്നു. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താത്തതിനാൽ ചേതക് പരാജയപ്പെട്ടു. അങ്ങനെ 2001 ഹോണ്ട ആക്ടിവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാര്യം അന്നും ഇന്ത്യയിൽ ടൂ വീലർ മാർക്കറ്റിൽ നല്ല രീതിക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിലും അധികം വൈകാതെ ഹോണ്ട ആക്ടിവ പച്ചപിടിച്ചു. കാരണം ഒരു 2000 ഒക്കെ ആയപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങൾ വ്യാപിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് ന്യൂക്ലിയർ ഫാമിലികൾ, അതായത് പേരൻസും കുട്ടികളും മാത്രം താമസിക്കുന്ന കൊച്ചു കൊച്ചു ഫാമിലികൾ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ദൈനംദിന യാത്രകൾക്കും മറ്റും സ്കൂട്ടറുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ട്രെൻഡ് വന്നു തുടങ്ങി. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഇന്റലിജന്റ് ആയി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഹോണ്ട ആക്ടിവ നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന, എല്ലാവർക്കും എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ബെറ്റർ സ്കൂട്ടർ മോഡൽസ് ഇറക്കാനായിട്ട് തുടങ്ങി. കൂടാതെ വർഷാവർഷം പുത്തൻ മോഡൽസ് ഇറക്കുമ്പോൾ ഹോണ്ട ആക്ടിവ അവരുടെ ഓരോ മോഡൽസിലും പുതിയ പുതിയ ഫീച്ചേഴ്സും അപ്ഡേഷൻസും കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇന്ന് ഇന്ത്യൻ സ്കൂട്ടർ മാർക്കറ്റിലെ ലീഡറാണ് ഹോണ്ട ആക്ടിവ, ആൻഡ് ദേ ഹാവ് സോൾഡ് 30 million units in 2023.